ഹായ് ഹലോ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ കൂടി പുറത്തേക്കൊന്ന് ഇറങ്ങി. ഒത്തിരി ദിവസമായി പിള്ളേർ ഈ ചൂടുമൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ. അപ്പം ഇന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വെച്ചു. അതുകൊണ്ട് പാർക്കിലേക്ക് ഒന്ന് ഇറങ്ങി. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അവിടെ നല്ല കാറ്റും നല്ല തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്ന ഉടനെ ഐസ്ക്രീമൊക്കെ മേടിച്ച് പിള്ളേർക്ക് കൊടുത്ത് അതൊക്കെ കഴിച്ച് അവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കുഞ്ഞാപ്പിള്ള ചെറിയൊരു പേടിയുണ്ട്, അത് ചാടാനുള്ളൊരു അവിടെ മുഖത്തത് കാണാനും ഉണ്ട്. ഞാനവിടെ നിന്ന് പറയുന്നുണ്ട് മോൻ കയറിക്കോളാൻ. പിന്നെ ആ റൈഡിൽ നിന്ന് മാറി വേറെ റൈഡിലൊക്കെ കയറി. പിള്ളേർക്ക് എന്നുള്ള ഒത്തിരി ദിവസം കൂടിയൊരു സന്തോഷമായി അവർക്ക്. അതിലൊക്കെ ഒന്ന് കയറി. വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു, ഈ ചൂടുമൊക്കെ അല്ലേ. അതാ ഒരു ചേഞ്ചിന് വേണ്ടി ഞങ്ങൾ വന്നത്. പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ പാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ കുഴപ്പമില്ല, നമുക്കെല്ലാവർക്കും പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ഫെസിലിറ്റിയൊക്കെയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അനുശ്രീ അതുപോലെ ഊഞ്ഞാലയിലൊക്കെ കയറി ഇരുന്ന് ആടുന്നുണ്ട്. അനുശ്രീക്ക് ആദ്യം ഒരു ചെറിയ മടി പോലെ ആയിരുന്നു. പിന്നെ അവളും എല്ലാത്തിലും കയറി കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞാപ്പിളാണ് ശരിക്കും ഓണായിട്ട് എല്ലാത്തിലും കയറുന്നുണ്ടായിരുന്നു. കുഞ്ഞാപ്പിള് അവൾക്ക് ഭയങ്കരമായിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ട്. പിന്നെ ഒരുപാട് കുറച്ചു നേരം എന്നാൽ വെള്ളമൊക്കെ കുടിച്ചൊരു സ്നാക്സൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കയറി. അതൊക്കെ കഴിച്ചു. പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു. പെട്ടെന്നാണ് ഊഞ്ഞാൽ കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി അതിലൊന്ന് കയറാമെന്ന്. വർഷങ്ങളായി ഊഞ്ഞാലെ കയറിയിട്ട്. അതിലൊന്ന് കയറി ഒന്ന് ആടി നോക്കി. ചെറിയൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക്, ഇത് പൊട്ടോ ഇല്ലയോ എന്ന്. ഞാൻ മേളോട്ട് നോക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഒരുപാട് വർഷങ്ങളായി ഊഞ്ഞാലെ കയറിയിട്ട്. എനിക്ക് കുഴപ്പമില്ല, അവനും നന്നായിട്ട് പിള്ളേർ അവരോടെ എൻജോയ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. പിന്നെ ഞങ്ങൾ അവനെ രണ്ടുപേരും കൂടി അതിലേക്കൊന്ന് നടത്തിക്കുകയൊക്കെ ചെയ്തു. അവന് ഒത്തിരി സന്തോഷമായി. ഇന്ന് മൊത്തത്തിൽ ഒരു ഹാപ്പി ഡേ ആയിരുന്നു. മൊത്തത്തിൽ പിള്ളേരും വീട്ടിൽ ഇരുന്ന മുഷിപ്പൊക്കെ ഒന്ന് മാറുകയും ചെയ്തു.